ഷാക്കി മാം, ഈ ആത്മാക്കളൊക്കെ ഒരു തോന്നലല്ലേ? അല്ല അല്ല, അതിനെന്ത് തെളിവാണ് തരാൻ സാധിക്കുക? തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ചിലവർക്കൊക്കെ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മളെ അടുത്ത് അറിയാതെ ഒരു എനർജി, ആത്മാക്കൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു എനർജിയാണ്. അത് നമ്മളുടെ അടുത്ത് പലർക്കും നമ്മളിപ്പം രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നൊരു ഒരു ഓഡ് ടൈം, ഒരു 3 o'clock ഒക്കെ നമ്മൾ വിളിച്ചെണീപ്പിക്കും, തട്ടി എണീപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ അടുത്ത ആരോ ഉള്ള പോലെ ഒരു എനർജി തോന്നാം. അങ്ങനെയൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ആത്മാവ് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളത്. അതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. മരിക്കുന്നു, ഒരാൾക്ക് മോക്ഷം കിട്ടുന്നു, അത് കഴിഞ്ഞ് വേറൊരു ശരീരം സ്വീകരിക്കുന്നു, അങ്ങനെയൊക്കെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും ബ്രേക്ക് ആകുമ്പോഴാണ് ഈ ഒരു ആത്മാവ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഒരു പോസിറ്റീവ് എനർജി തന്നെ നെഗറ്റീവ് ആവുന്നതിൻ്റെ ഒരു കാരണം നമ്മളുടെ ഡെത്ത് നാച്ചുറൽ അല്ലാതിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം സ്യൂസൈഡൽ ഡെത്ത് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ അബോർഷൻ കേസസ് അങ്ങനെയൊക്കെ. ആക്ച്വലി ഇപ്പൊ നമ്മളൊരാൾ തട്ടുക അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്കൊപ്പം ഒരാളുണ്ടെന്ന് തോന്നുക, അതൊക്കെ നമ്മുടെ തോന്നലുകളല്ലേ? അല്ലാതെ എന്താണ് ആത്മാക്കൾക്ക് വേറെ പണികളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നമ്മുടെ പിന്നാലെ നടക്കുന്നത്? അതൊരു 100% തോന്നലുകൾ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സൈക്കാട്രിയിൽ ചിലതുണ്ടല്ലോ, നമ്മളെ ചുറ്റും ഒരാളുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്, അത് നമ്മൾ ഇല്യൂമിനേഷൻ അത് വരും. അതല്ലാണ്ട് ചിലവർക്ക് നമ്മൾ അതിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ചിലവർക്ക് ആ ഫീല് വരാറുണ്ട്. അപ്പോൾ 100% ഇല്ല എന്നല്ല, എന്നാൽ എല്ലാ കേസസും അതാണെന്നും അല്ല. ഈ ഇല്യൂഷൻസ് എല്ലാം ശരിയാണെന്ന് വെക്കാൻ പറ്റില്ലല്ലോ നമുക്ക്? ഇല്ല, ഡെഫിനറ്റ് ആയിട്ടും. ഈ ആത്മാക്കളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ നാട്ടില് പൊതുവെ എങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്? വെള്ള സാരി ഉടുത്ത പ്രേതങ്ങൾ വെള്ള സാരി ഉടുത്ത് രാത്രി പാട്ടും പാടി നടക്കുകയാണ്. അതിന്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അതിൽ ഇപ്പൊ നമ്മൾ കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ എനർജി എന്ന് അല്ലെങ്കിൽ വൈബ്രേഷൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ എടുത്ത കുറെ ഇന്റർവ്യൂസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകൾ കൂടുതലും പറയും നമ്മൾ ജീവിക്കുന്നത് 2024 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലും ഇത്തരം കെട്ടുകഥകൾ കൊണ്ടുവരരുത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് അംഗീകരിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. ഇങ്ങനെ ഒരു ശക്തി ഉണ്ടെന്നുള്ളതിന് ഇതിൽ ആരൊക്കെയാണ് ആത്മാവിനെ കാണുന്നത്? ആത്മാവിനെ കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു എനർജിയാണ്. ഈ ഒരു എനർജീനെ ഇപ്പൊ കാറ്റിനെ കണ്ടവരില്ല, എന്നിട്ട് പറയാൻ പറ്റും നമുക്ക് കാറ്റില്ല, അത് വെറും. പക്ഷെ കാറ്റ് വീശുമ്പോൾ ഇലകളാടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ നടക്കുമ്പോൾ ഒരാൾ കൂടെ നടക്കുന്നതായിട്ട് നമ്മളുടെ ആ ഒരു നമ്മൾ സൈക്കാട്രി പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു നടക്കുന്നത് കൂടെ നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ സോൾസിനെ ഹീൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരോ എൻ്റെ കൂടെ തന്നെ നടക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പം അവിടെ നിൽക്കുന്ന പോലെ, ബട്ട് തിരിഞ്ഞു നോക്കുമ്പം ആരും ഇല്ല. പക്ഷെ ഫീൽ പക്ഷെ ഒരു ഫീല്. പക്ഷെ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിനെ നമ്മൾ ഹീൽ ചെയ്ത് മാറ്റിയ സമയത്ത് പിന്നെ എനിക്ക് ആ ഫീല് വന്നിട്ടില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ആത്മാക്കളിൽ വിശ്വസിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്നോ അതിനുശേഷം പ്രേതമായി നടക്കുന്നു ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ആർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള അനുഭവം ചിലർക്ക് മാത്രം ഉള്ളതും ചിലർക്ക് മൈൻഡ് വെച്ചിട്ടാണ്. മൈൻഡിൽ ഇപ്പൊ നമ്മൾ ആ ഒരു എനർജി നമ്മളിലോട്ട് കടക്കാൻ നമ്മളുടെ വൈബ്രേഷനും അതിന് മാച്ച് ആവണം. ഇതുപോലെ ഇല്ല എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് വെക്കുമ്പോൾ മൈൻഡാണ് അതിനെ ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ആളിലേക്ക് ഈ എനർജി കടക്കില്ല. ഈ നെഗറ്റീവ് എനർജി ഒരാളുടെ ശരീരത്തിൽ കടക്കണമെങ്കിൽ അവരുടെ വൈബ്രേഷൻ ലോ ആയിരിക്കണം. അല്ലാണ്ട് ഹൈ വൈബ്രേഷനിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരാളിൽ ഇത് ഒരിക്കലും കടന്നു കയറില്ല. നമ്മൾ എനർജി വെനവർ ഫീൽ ലോ. കള്ളു കുടിക്കുന്നവരിൽ ഈ ആത്മാവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് ഒരു ഇന്റർവ്യൂല് എന്റെ ഗസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കള്ളു കുടിക്കുന്നവർക്കൊന്നും ഇത് സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവോ ബോധോ ആ സമയത്ത് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ എന്താണ് അവരുടെ ഒരു ഉദ്ദേശം? എന്താണ് ഈ ആൾക്കാരുടെ കൂടെ നടക്കുന്നത്? എന്താണ് ആത്മാക്കൾ ഉദ്ദേശിക്കുന്നത്? അതെന്നുവെച്ചാൽ അത് ഞാൻ പറഞ്ഞ ഒരു എനർജി, കാറ്റ് പോലെയുള്ള എനർജിയാണ്. അതിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളൊരു ശരീരത്തിൽ കയറുമ്പം അവരെ ട്രിഗർ ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുക റിവെഞ്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യം. ഇപ്പോൾ എഡിക്ഷൻ കേസസ് ഒട്ടുമിക്ക പേരും നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജി പ്രസൻസ് കൊണ്ടാണ് അവർ വിചാരിക്കും എനിക്കിനി വേണ്ടാന്ന്, പക്ഷെ അവർക്ക് നിർത്താൻ പറ്റില്ല. ഈ അഡിക്ഷൻ സെൻറ്റേഴ്സിലൊക്കെ നമ്മൾ കൊണ്ടിട്ടാലും തിരിച്ച് അതേ രീതിയിൽ അതിലും കൂടുതലായിട്ട് കുടിച്ചു വരുന്ന ആൾക്കാരാണ്. ഇത് മാത്രമല്ല എല്ലാ അഡിക്ഷൻസും പറയാം. ലേഡീസിനും ഉണ്ട് അഡിക്ഷൻസ്. ഇത് നമ്മൾ പറയുന്ന ഈ ഒരു അഡിക്ഷൻ ഡ്രിങ്ക്സിലോ അല്ലെങ്കിൽ കഞ്ചാവോ അതിൽ മാത്രമല്ല, നമ്മൾ ഒരാളുടെ മേലിൽ നമ്മൾ കൂടുതലായിട്ട് ഒരു ഭ്രാന്തമായിട്ട് ഇതാക്കല്ലേ, അതും പറഞ്ഞാൽ അതൊരു അഡിക്ഷൻസാണ്. അതിൽ പല വിധത്തിൽ നമ്മൾ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കും. അതുകൊണ്ട് അവർക്ക് എന്താണ് ഗുണം? അവർക്ക് മോക്ഷം അത് കഷ്ടപ്പെട്ടിട്ടല്ല. നമ്മൾ വിചാരിക്കില്ല അത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ്. കഷ്ടപ്പാട് നമ്മൾ ഒരു
ഒരു എന്താ പറയുക, ഒരു വേ ഓഫ് ലിവിങ് ആണ്, ഒരു ഫ്ലോ ആണ്. അതിന് നമ്മൾ ബ്ലോക്ക് ചെയ്തു, അതിന് ഹേർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഹേർട്ടായി കഴിഞ്ഞാൽ, ഒരു നായനെ നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളടുത്ത് എങ്ങനെയാ പ്രതികരിക്കുക? അല്ലാണ്ട് നമ്മൾ അതിനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കൂല. അതേപോലെ തന്നെ അതിന് ഒരു ആനന്ദം. നമ്മൾ ഇതാക്കുമ്പോൾ ഈ അബോർഷൻ കേസസിലൊക്കെ അമ്മമാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് കൂടുതൽ. അപ്പം ട്രിഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ തന്നെ നിന്നിട്ട് ആ മക്കളിലോ വേറെ ആരില്ലെങ്കിലോ ആ ഒരു വൈബ്രേഷൻ മാച്ച് നോക്കിയിട്ട് എൻ്ററായിട്ട് അമ്മേനെയാണ് കൂടുതലായിട്ട് ട്രിഗർ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അബോർഷൻ കേസസുകളിൽ പറഞ്ഞു അമ്മയാണ് കുറ്റക്കാരി, അല്ലെങ്കിൽ അമ്മ സമ്മതിക്കുന്നത് കൊണ്ടാണ് അബോർഷനുകൾ നടക്കുന്നത്, അതുകൊണ്ട് അമ്മയെ ട്രിഗർ ചെയ്യാം. ഓക്കെ, അതിനൊരു റീസൺ, റിവെഞ്ച് റീസൺ ഉണ്ടെന്ന് ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഈ എല്ലാ ആത്മാക്കളും ഈ ഇത്തരത്തിലുള്ള റിവെഞ്ച് റീസൺസ് കൊണ്ടുവരുന്നവരല്ല. എല്ലാ റിവെഞ്ച് റീസൺസ് കൊണ്ടുവരുന്നല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ടാക്കിൾ ചെയ്യുന്ന വിധവും വ്യത്യാസമുണ്ട്. ചിലർക്ക് ഒരു സമാധാനം കൊടുക്കൂല, അഡിക്ഷൻസിലേക്കൊന്നും പോകില്ല. വിത്തൗട്ട് എനി റീസൺ നമുക്കിങ്ങനെ ഒരു ഇറിറ്റേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. എല്ലാം കോൺഫിഡൻ്റ് ആയിരിക്കും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര ലോ, ആരോ ഒന്ന് എല്ലാത്തിനും പുള്ളി ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളുടെ സന്തോഷം, ആ ഒരു സമാധാനം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സോളിന്റെ ഇതിൽ ഞാൻ ദുഷ്ടന്മാരാണോ? ദുഷ്ടന്മാരല്ല. ഞാൻ പറഞ്ഞ ഇപ്പൊ നായ ദുഷ്ടനായിട്ടാണോ? നമ്മൾ അതിനെ ഹേർട്ട് ചെയ്യുന്നത്, നമ്മൾ അതിനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണല്ലോ ഈ നായ നമ്മളെ തിരിച്ചു ബുദ്ധിമുട്ടിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ നമ്മൾ ഒരു രീതിയിലും ഉപദ്രവിക്കാത്ത ഒരു ആത്മാവായിരിക്കും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇത്തരത്തിൽ ആത്മാക്കൾ നമ്മുടെ കൂടെ പോരും, അല്ലെങ്കിൽ ആത്മാക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു, അങ്ങനെ കഥകൾ പറഞ്ഞു വെക്കാറുണ്ട്. ആ സ്ഥലത്തിലുള്ള ആത്മാവുമായി നമുക്കൊരു ബന്ധവും ഇല്ല. അവരെ എങ്ങനെയെങ്കിലും മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതായിരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതായിരിക്കാം. അവരുടെ സോൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് നമ്മുടെ കൂടെ ഇങ്ങ് പോരുകയാണ്. നമ്മൾ അതിലൊന്നും ചെയ്യാം, നമ്മൾ അവിടെ പോയി അറിയാതെ പോയി എന്നുള്ളൊരു തെറ്റ്. അങ്ങനെ അത് പിക്കപ്പ് സോൾ എന്ന് പറയും. അങ്ങനെ പിക്കപ്പ് സോൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അതിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ അടുത്താണ് വരുന്നതെങ്കിൽ അപ്പം നിങ്ങൾക്ക് ആ ഒരു ട്രിഗറൊക്കെ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ട് അതിനൊരു എന്താ പറയുക, ഹീൽ ചെയ്യാനായിട്ടൊരു മെത്തേഡ് നിങ്ങൾ സ്വീകരിക്കുമല്ലോ. അതും ഒരു നല്ല കാര്യമല്ല. കാരണം ഈ ഒരാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇയാൾ ഹീൽ ചെയ്തിട്ട് ഇയാൾ ഇതാവുമ്പോൾ കിട്ടുന്ന മോക്ഷം ആർക്ക്? ആ സോളിനാണ്. അപ്പോൾ അങ്ങനെ മോക്ഷം പ്രാപിക്കാനായിട്ട് ഒരു വേ, നമ്മളിപ്പോൾ പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സാധനം കിട്ടും, പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നത്, അതിന് ഒരു വേ ആയിട്ട് കണ്ടെത്താം. അങ്ങനത്തെ സ്റ്റേറ്റ് വരുമ്പോൾ വല്ലാണ്ട് ട്രിഗർ ചെയ്യൂല. ഈ പറഞ്ഞ മാതിരി അസ്വസ്ഥതകൾ, അഡിക്ഷൻസ് അതിലേക്കൊന്നും പോകില്ല. പക്ഷെ നമുക്കൊരു പോയിന്റ് എത്തുമ്പോൾ തോന്നും എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് തോന്നും. ആ കേസസിലാണ് നമ്മൾ ബാധിക്കൊന്നുമില്ല, പക്ഷെ നമ്മളെ കൂടെ ഉണ്ട് എന്ന് നമ്മളെ തോന്നിപ്പിക്കും. അത് പറഞ്ഞാൽ ശരിക്കും ഒരു സ്കേറി ആണല്ലോ. നമ്മളെ ചുറ്റും നമ്മളറിയാതെ ഒരു എനർജി അല്ലെങ്കിൽ നമ്മളെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ സ്കേറി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിന് ഒരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് എത്തും. അതെന്ന് പറയും ഇതിന് മോക്ഷം കിട്ടാനുള്ള ഒരു വേ. ആത്മാക്കൾക്ക് നേരെ ഹീൽ ചെയ്യുന്ന അങ്ങനെ അതിനെ ഇപ്പൊ വായുവിന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. വായു ഉണ്ട് എന്ന് അറിയിക്കണമെങ്കിൽ എന്താ? ഇല നീങ്ങണം. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, ഇല അനങ്ങുന്നുണ്ട്, നമുക്ക് ശ്വസിക്കുമ്പോൾ നമ്മളെ തട്ടുമ്പോൾ തണുപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫീൽ വരുന്നോണ്ടല്ലേ നമ്മൾ പറയുന്നത് എയർ ഉണ്ട്, ഇതുണ്ട്. അതേപോലെ ഇതിനായിട്ട് പറയാൻ പറ്റൂല. അത് ഏതെങ്കിലും ഒരു ഇതിൽ വന്നിട്ട് അതിനെ ഹീൽ ചെയ്യാനുള്ള മാർഗം അത് കാണിച്ചു കൊടുക്കുക. ഞാൻ പറയാണ് ഇപ്പോ എന്താ പറയാ, ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. ഈ ആത്മാവ് ഉണ്ടെന്നുള്ള തോന്നലും ഇപ്പൊ നമ്മള് സൈക്കോളജിക്കൽ പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞതിന് മാമിന് അത് അംഗീകരിക്കേണ്ടി വരില്ലേ? 100% അല്ല, അംഗീകരിക്കില്ല. 100% അംഗീകരിക്കില്ല. സൈക്കോളജിക്കൽ പ്രശ്നവും ഉണ്ട്, അല്ലാത്ത കേസസും ഉണ്ട്. അതെങ്ങനെയാണ് വേർതിരിച്ച് മനസ്സിലാക്കുക? ഞാൻ പറഞ്ഞത് നമ്മൾ മെത്തേഡിൽ സ്കാൻ ചെയ്യുമ്പോൾ അഥവാ എനർജി സോൾ റിലേറ്റഡ് ആണോ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചറിയും. അല്ലെങ്കിൽ കൂടുതൽ ഈ ഡിപ്രഷന് ഈ ഒരു ഏരിയ, അതായത് മാനസികാവസ്ഥ എത്താനും ഒരു റീസൺ ഉണ്ട്. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഒരാൾ മാനസികാവസ്ഥയിലേക്ക് അബ്നോർമാലിറ്റിയിലേക്ക് എത്തുന്നതല്ല. അതിനൊരു റീസൺ ഉണ്ട്. അതിന് ഇതും ഒരു റീസൺ ആവാം. നമ്മൾ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ട്. അതില് ഗംഗ നാഗവല്ലിയായി മാറുന്ന സമയം, ഇത് ഗംഗയിൽ ഉണ്ടാവുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അതിനെയാണ് അവിടെ ആത്മാവ് അല്ലെങ്കിൽ പ്രേതമായി പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്തരത്തിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവുന്ന മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അത്തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇല്യൂഷൻ പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ തോന്നലുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ആത്മാക്കളിലേക്ക് അങ്ങനെ തോന്നലുകൾ ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ കേട്ട് വരുമ്പോൾ അത് നമ്മൾ മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നമ്മളത് പോകുമ്പോൾ അതും ഉണ്ട്. അതാണ് ഈ ഇല്യൂഷൻസ്. ആ ഒരു നാഗവല്ലിന്റെ ക്യാരക്ടറൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. കണ്ടിട്ടുണ്ടാവും. അതിൽ തന്നെ അവളുടെ ഓർണമെന്റ്സ് എടുക്കുക, അങ്ങനെ അത് നമ്മൾ അബ്സോർബ് ചെയ്യുമ്പോൾ കൂടുതൽ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അത് ഈ സോളായിട്ട് ബന്ധമില്ല. നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, നമ്മളൊരു സാധനം
കൃത്യമായി ഒരുപാട് ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയാണ് ഞാൻ മാമിനെ പോലെ ആവണം, ഞാൻ പിന്നെ മാമിനെ തന്നെ ഒബ്സർവ് ചെയ്യാണ്, മാമിന്റെ കഥകൾ മാത്രം കേൾക്കുകയാണ്, അല്ലെങ്കിൽ മാമിന്റെ ഇന്റർവ്യൂസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീഡിയോസ് തന്നെ റിപ്പീറ്റഡ്ലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒബ്വിയസ്ലി മാമിന്റെ കുറച്ച് ട്രീറ്റ്സ് എന്നിലേക്ക് വരും. അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അല്ലാതെ മാമിന്റെ ആത്മാവ് എനിക്കൊപ്പം വരുന്നതൊന്നുമല്ല. അത്തരത്തിലായിരിക്കില്ലേ നാഗവല്ലി ഗംഗയിലേക്ക് എത്തിപ്പെട്ടത്? ഞാനതാ പറയുന്നത്, ഒരു നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലേ, അത് തന്നെയാണോ ഇതിന് റീസൺ എന്ന് നമുക്ക് കണ്ടെത്താനുണ്ട്. ചിലപ്പോൾ അതായിരിക്കില്ല റീസൺ. ഇത് നമ്മൾ അബ്സോർബ് ചെയ്ത് വരുന്നതും ഉണ്ട്, നമ്മളിലേക്ക് വരുന്നതും ഉണ്ട്. 100% ഇത് സൈക്കോളജിക്കൽ റീസൺസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. 100% ഇത് വേറൊരു എനർജീന്റെ റീസൺ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആണോ പെണ്ണോ അവരുടെ മേത്ത് ഒരാത്മാവ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? സ്കാനിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. മെഡിറ്റേഷനിൽ ഇരുന്ന് സ്കാൻ ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു സിംറ്റംസ് കാണിക്കും ഉണ്ടെങ്കിൽ. ചില ആൾക്കാർ ഇപ്പോൾ നമ്മള് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പാരോസൈക്കോളജിക്കലി നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ പറയാറുള്ള ഒരു കാര്യമുണ്ട്, അവർക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിക്കുകൾ നമുക്ക് അവരെ വിളിക്കാം. ഈ സൈക്കിക് മീഡിയം ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരാളിൽ ഒരു ആത്മാവിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇരുന്നത് മനസ്സിലാവും. അത്തരത്തിലുള്ള ഒരു ശേഷി മേമിനുണ്ടോ? എനിക്ക് അങ്ങനെ ഞാൻ സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് അത് കാണാറില്ല. ചില ആൾക്കാരെ കിട്ടുമ്പോൾ ആ ഒരു വൈബ്രേഷൻ കിട്ടാറുണ്ടോ? സെൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. എല്ലാ കേസസിലും ഇല്ല. ചില സമയത്ത് അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പറയാം, ഒരു വോയിസ് എന്താ പറയുക, ക്ലിയർ നമ്മൾ സംസാരിക്കുന്ന പോലെയല്ല, പക്ഷെ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവാറുണ്ട്. ആത്മാക്കൾക്ക് ശബ്ദമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ശബ്ദമല്ല ആക്ച്വലി. അത് നമ്മൾ ആ എനർജി നമ്മളുടെ ഉള്ളിലേക്ക് എന്തോ ഒരു മെസ്സേജ് തരുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. സംസാരിച്ചിട്ടോ ഒന്നുമല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊന്നതാണ് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ നേരിട്ട് പറഞ്ഞതല്ല, ആ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട്. സൗണ്ടല്ല, പക്ഷെ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ എവിടെയും പഠിച്ചതല്ല, എനിക്ക് വരുന്ന ഇൻറ്റ്യൂഷൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ചിലതിങ്ങനെ പറയുമ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൂടുതൽ ചിലതൊക്കെ പറയാറുണ്ട്. എന്നെ ഒരു കേസിൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊന്നിട്ട് കത്തിച്ചതാ, തൂക്കി കൊന്നിട്ട് കത്തിച്ചതാണ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ ആ ഒരു വീട്ടിൽ ചെയ്ത ഇതാണ്. പക്ഷെ അത് എന്നോട് ഇങ്ങനെ അതിന് സങ്കടമായിട്ടാണ് പറയുന്നത്, എന്നെ തൂക്കി കൊന്ന് കത്തിച്ചതാണ്. ശരിക്കും ആ ഒരു ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കര ഇതായിപ്പോവും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇങ്ങനെ സോളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എല്ലാ സോളുകൾക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും? എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. സാധിക്കുമോ എല്ലാവർക്കും? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കുറച്ച് സോൾസ് ആയിട്ട് ഞാൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ സോൾസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പക്ഷെ റീസൺ കണ്ടെത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബ്ലെസ് ചെയ്ത് മാറ്റാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ബാലഭാസ്കർ എന്ന് പറയുന്ന മ്യൂസിഷ്യൻ മരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ ഇപ്പോഴും ദുരൂഹതകളാണ്, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹം മരിച്ചു എന്നതിനെ കുറിച്ചുള്ള വ്യക്തതകളില്ല. ഇത്തരത്തിൽ നമുക്ക് സോൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുമെങ്കിൽ അതിനെ നമുക്ക് ഇപ്പൊ ബാലഭാസ്കറിന്റെ ആത്മാവിനോട് സംസാരിച്ച് എന്താണ് അവിടെ ഉണ്ടായത്, ഈ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നതാണോ ശരി, അതല്ലെങ്കിൽ ഡ്രൈവർ പറയുന്നതാണോ, അല്ലെങ്കിൽ കൂട്ടുകാർ പറയുന്നതാണോ ശരി എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഡെഫിനറ്റായിട്ടും അതിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഉണ്ടാവും. ഇല്ല എന്ന് പറയുന്നില്ല. ഒരു ആത്മാവുണ്ട്, അത് മോക്ഷം കിട്ടി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാറില്ല, പക്ഷെ ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല, ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ആത്മാവിന് മോക്ഷം കിട്ടുന്നത്? മോക്ഷം കിട്ടുന്നതിന് അതിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം നമ്മൾ ഒരു ഫിക്സ് ചെയ്യാണ്. അത് നമ്മൾ ഫിക്സ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ ആ മരിക്കുന്ന സമയം നമുക്ക് വരുന്നത്. ആ സമയത്തിൻ്റെ മുമ്പേ നമ്മളത് മരിച്ചിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ 2 ദിവസം ഈ എനർജി നെഗറ്റീവാണ്. ഇതിനെവിടെ പോകണം, എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എനർജിയാണ്. അതിന് നമ്മൾ ഭൂതം, പ്രേതം, അങ്ങനെ ബാധ അതൊക്കെ പറയുമെങ്കിലും അതൊരു എനർജി നെഗറ്റീവ് ആവുന്നതിന് റീസൺ ഉണ്ട്. ആ ഒരു എനർജീനെ നമ്മൾ അതിന് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ റേക്കി വഴി അതിനെ നമ്മൾ എല്ലാ കർമാസും നമ്മളത് ഹീൽ ചെയ്ത് മാറ്റുന്നുണ്ട്, ദോഷങ്ങൾ മാറ്റുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഇതും മാറ്റിയിട്ട് അതിന് ബ്ലെസ്സിങ് കൊടുക്കുക. പോകുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ചെയ്ത് തന്നിട്ടാണ് പോകുന്നത്. ഈവൻ എനിക്കും ക്ലയൻറ്റിനും പോകുമ്പോൾ എന്തെങ്കിലും ആ ഒരു കുടുംബത്തിനൊരു സന്തോഷം, കാരണം അത് സന്തോഷമായിട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിയിച്ചു തരാൻ ഒരു നല്ലൊരു സന്തോഷമായിട്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു ക്ലയൻറ്റിന് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറിയോ അങ്ങനെ അവർ തന്നെ ആയിരിക്കില്ല, വേറൊരു ക്ലയൻറ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇത് എന്താണ് ഇങ്ങനെയെന്ന് വിചാരിച്ചൊരു ക്ലയൻറ്റിനൊക്കെ റിക്കവറി എത്രയും പെട്ടെന്നായിട്ട് എനിക്ക് ആ ഫീല് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നും ഈ സോളിൻ്റെ ആണ് അവിടെ റിയാക്ട് ചെയ്തതെന്ന് ആരും പറയല്ല, എനിക്ക് ആ ഒരു ഫീൽ, അത് പെട്ടെന്ന് ഫീലായിട്ട് വരാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ആത്മാക്കളെ നമുക്ക് റേക്കി ഉപയോഗിച്ച് ഹീൽ ചെയ്യാൻ പറ്റും?
അതാണ് ഞാൻ പറഞ്ഞ സോൾ, ഈ ആത്മാവ് എന്ന് പറയുന്നത് നമ്മൾ എനർജി വെച്ചിട്ടാണ് തീർച്ചയായിട്ടും. അതിനെയാണ് നമ്മൾ ഹീൽ. എനർജി, റേക്കി ഒരു എനർജിയാണ്, സോൾ ഒരു എനർജിയാണ്, രണ്ട് എനർജികളാണ്. ഈ ഒരു എനർജിക്ക് മറ്റൊരു എനർജി വെച്ച് ഹീൽ ചെയ്യാൻ സാധിക്കും. ഇതിന് റൂട്ട് കോസ് പോയിട്ട് ഇത് ഹീൽ ചെയ്യുന്നതിനെ കൊണ്ട് റൂട്ട് കോസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് എനർജി അത് ചെയ്തോളും. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാൾ മരിക്കുകയാണ്, ആത്മഹത്യ മൂലം മരിക്കുകയാണെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു തോന്നൽ ഉണ്ടാവുകയാണ്, ഓക്കെ സ്വയം മരിച്ചതാണ് അല്ലെങ്കിൽ ദുർമരണമാണ്, അതുകൊണ്ട് നമുക്കൊരു ഹീലിംഗ് നടത്താം എന്ന് പറഞ്ഞിട്ട് ഞാൻ മാമിനെ അപ്രോച്ച് ചെയ്യാണ്. ഓക്കെ, എന്റെ ഇങ്ങനെ ഒരാൾ മരിച്ചു, ആത്മഹത്യയായിരുന്നു, ഒന്ന് ഹീൽ ചെയ്യാൻ പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞേ അത് ആ വീട്ടിൽ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. എല്ലാ ദുർമരണങ്ങളും ഇങ്ങനെ എനർജീസ് ആയിട്ട് ഇരിക്കണം എന്നില്ല. അത് എല്ലാം ഉണ്ടാവില്ല, പക്ഷെ ചിലത് അവിടെ ഉണ്ടാവും ചെയ്യും. ആ ഉള്ളതിനെയാണെങ്കിൽ ഉള്ളതിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. മാമിന്റെ അടുത്ത് വന്നതിൽ ഏറ്റവും ഒരു എന്താ പറയാ വല്ലാണ്ട് മാമിനെ ബാധിച്ച, അതല്ലെങ്കിൽ എപ്പോഴും ഓർത്തു വെക്കാൻ പോകുന്ന ഒരു ഇൻസിഡന്റ് എന്താണ് ഒരു സോൾ ഹീലിംഗിനെ സംബന്ധിച്ച്? സോൾ ഹീലിംഗിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിലുണ്ടായ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ഒരു ഹീലിംഗ് ഉണ്ട്. ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഹീൽ ചെയ്ത ഒരു കേസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 7 വയസ്സുള്ള ഒരു കുട്ടി. ആ കുട്ടീന് ഇത് എന്താ പറയുക, അതൊരു പാരമ്പര്യമായിട്ട് വരുന്ന ഒരു എനർജി ആണെന്നാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ജ്യോതിഷരുടെ അടുത്തൊക്കെ പോയിട്ട് ഈ ഒരു 7 വയസ്സുള്ള ഒരു കുട്ടീനെ പെട്ടെന്ന് അവസ്മാരം പോലെ വന്ന് ആ ഒരു സ്റ്റേജിൽ ഡോക്ടേഴ്സ് മരുന്ന് എഴുതി തുടങ്ങിയതാണ്. എൻ്റെ അടുത്ത് വരുമ്പോൾ ആളുടെ വയസ്സ് 41. ആ സമയത്ത് വരെ ആൾക്കിനി ഒന്നുമില്ല ലൈഫിൽ, ഫാമിലി ആയിട്ട് പറ്റില്ല, കുട്ടികളുണ്ടാവില്ല, അതിനെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞു. ശരിക്കും അത്രയും കാലത്ത് ആ ഒരു ഇതിൽ ശരിക്കും 41ാമത്തെ വയസ്സ് എത്തുന്നവരെ ഡോക്ടേഴ്സ് പറയുന്ന അറിയാതെ മരുന്ന് എഴുതി പോയതാ. ഈ ഒരു ഇതിന് എഴുതി പോകേണ്ടില്ലായിരുന്നു, പക്ഷെ ഡോക്ടേഴ്സിനെ കൊണ്ട് അത് എഴുതിച്ചതും ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും എല്ലാം ഇത് ട്രിഗർ ചെയ്തതാ. ഇത് ശരിക്കും പറഞ്ഞാൽ അവരെ രാത്രി എന്തെങ്കിലുമൊക്കെ തട്ടിപ്പൊട്ടിക്കുക, ഇവരെന്നെ ചിലപ്പോൾ അറിയാണ്ട് തട്ടിപ്പൊട്ടിക്കുക, രാത്രി ഉറങ്ങാൻ സമ്മതിക്കൂല, ഒരു ടൈമായാൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച് എണീപ്പിക്കുക, പിന്നെ ഉറക്കൂല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആൾക്ക് പറ്റൂല, ആൾക്ക് തളർന്ന് വീഴുന്ന പോലെ ആവും. ഈ മെഡിസിൻസ് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നോക്കി എന്തിനാണ് ഇവർ ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു റിക്കവറി അതും ആർക്കും അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല 7 വയസ്സുള്ള കുട്ടി സ്റ്റാർട്ട് ചെയ്ത് 41ാം വയസ്സിലാണ് അത് ഹീൽ ചെയ്ത് മാറ്റിയപ്പോഴാണ് ആൾക്ക് അറ്റ്ലീസ്റ്റ് ഓക്കെ, ഞാനിനി സമാധാനമായിട്ട് എനിക്ക് ഉള്ള കാലം എന്തോ ഉള്ളത് അത് വെച്ച് ജീവിക്കാലോ എന്നുള്ളത് ആയത് തന്നെ ഈ 41ാമത്തെ വയസ്സിലാണ്. അത് ഫാമിലിനെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. ആ സോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ? ആ സോളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പറയുന്നതെന്ന് വെച്ചാൽ അത് എന്നോട് പറഞ്ഞത് പ്രഗ്നൻ്റ് ആയ ഒരു ലേഡീനെ കൊന്നതാ. അത് ആ ഒരു ഇതാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ അതിനാ ഒരു ദേഷ്യം ആ ലേഡീൻ്റെയും ഉള്ളിലുള്ള ആ ഒരു സോള്, 2 സോളാണ് അറ്റ് എ ടൈം പോയിരിക്കുന്നത്. അത് വേണച്ചിട്ട് ആരൊക്കെ ഒന്ന് പണ്ടത്തെ കാലത്ത് അറിയാലോ, വീട്ടിൽ ജോലിക്കാർ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അവരെ കൊന്നു തീർത്താൽ കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ പാവം എന്താ പറയുക, കുടുംബത്തിലെ എല്ലാവരുമാണ് അനുഭവിക്കുന്നത്. ഈ കുട്ടി 7 വയസ്സിൽ ഈ കുട്ടിക്ക് തന്നെ ഈ കുട്ടി അതായിട്ടൊരു ബന്ധവുമില്ല. പക്ഷെ ആൻസെസ്ട്രൽ കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആൻസെസ്ട്രൽ സോൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ആരെങ്കിലും ചെയ്തു പോയ കുറ്റം നമ്മളറിയാണ്ട് നമ്മുടെ എത്ര തലമുറയെ അത് ബാധിക്കും? അത് ഹീൽ ചെയ്ത് അതിന് മോക്ഷം കിട്ടുന്നവരെ അത് ബാധിക്കും.